ഇന്നത്തെ നമ്മുടെ കസ്റ്റമൈസേഷൻ എന്ന് നോക്കിയാലോ, ഇത് കണ്ടോ, ഈ റെഫറൻസ് പിക്ചറിലെ ആ സെയിം കളറിൽ സെയിം പാറ്റേൺ ഒന്ന് റിക്രിയേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ സെയിം ആയിരിക്കത്തില്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമറിന്. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുൾ പ്ലീറ്റഡ് വരുന്ന, സ്റ്റീം അയണിങ് ചെയ്തിട്ടുള്ള പ്ലീറ്റ്സ് വരുന്ന ഒരു കുർത്തിയായിരുന്നു നമ്മളുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളറ് ഭയങ്കര റെയർ ആണ് കേട്ടോ. അപ്പോൾ അത് ഡൈ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അതിൻ്റെ ബ്യൂട്ടി, ആ വൈറ്റ് ലേസും കൂടെ വന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, എന്തൊരു അട്രാക്ഷൻ ആണെന്നറിയാമോ അത് കാണാൻ വേണ്ടിയിട്ട്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കാൻ വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ പാവപ്പെട്ട എൻ്റെ കസ്റ്റമർ ആയത് കാരണം ഞാനങ്ങ് കൊടുത്തു എന്ന് മാത്രം. ഈ ഇങ്ക് ബ്ലൂ ഷെയ്ഡ്, ആ ഷെയ്ഡ് എനിക്ക് ഓർഡർ കൺഫർമേഷൻ വന്ന ശേഷം ഞാൻ ഒരുപാട് തിരഞ്ഞെങ്കിലും കിട്ടിയിട്ടില്ല കേട്ടോ. അവസാനം അതൊന്ന് നമ്മൾ കളർ ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോഴാണ് ആ കളർ എത്ര റെയർ ആണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയത്. എന്തായാലും ദുപ്പട്ടിൻ്റെ 4 സൈഡിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും നെക്കിലുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസ് കസ്റ്റമറിന് വേണ്ടി കൊറിയർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് പോർഷൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ബാക്ക് സൈഡും ഇതേപോലെ പ്ലീറ്റ്സ് വന്നിട്ടുള്ളതാണ്. നമ്മുടെ കൊറിയറൊക്കെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും മടുത്തു, എന്നാലും പറഞ്ഞിട്ട് കഥയില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി. അപ്പം ടാറ്റ ബൈ ബൈ.